എനിക്ക് മുമ്പേ സംസാരിച്ചവര് ഇങ്ങനൊരു സമരം കൊടുങ്ങല്ലൂരിന്റെ വടക്കേ നടയില് നടത്തേണ്ട സാഹചര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. കൊടുങ്ങല്ലൂര് നഗരസഭയില് കുറച്ചു നാളുകളായി നടക്കുന്ന വിഷയങ്ങള് ജനങ്ങള് വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടക്കുന്നത്? കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലിന്റെ അകത്ത് ജനാധിപത്യ രീതിയില് ജനകീയ വിഷയങ്ങള് ചോദ്യം ചെയ്യുകയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെ ഗുണ്ടകളാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് കുറച്ച് നാളുകളായി LDFന്റെ കൗൺസിലർമാരും അതുപോലെ തന്നെ LDFന്റെ നേതാക്കന്മാരും അണികളും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്റെ മുമ്പില് ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അവർക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി കൊടുങ്ങല്ലൂർ നഗരസഭാ ഹാളിന്റെ അകത്തേക്ക് കയറുവാനായിട്ട് ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെയോ പത്രമാധ്യമ സുഹൃത്തുക്കളെയോ കയറാതെ ജനാധിപത്യ രീതിയിൽ കൗൺസിലിൽ അകത്ത് നടക്കുന്ന കാര്യങ്ങള് ജനങ്ങൾ അറിയാതിരിക്കാനായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന ACV ഉൾപ്പെടെയുള്ള പ്രഭു ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി കൗൺസിലിന്റെ പുറത്തേക്ക് ഓടിച്ചു കളയുന്ന ചെയർപേഴ്സൺ ഭരിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയില് എന്ത് ജനാധിപത്യമാണ് നിലനിൽക്കുക, അല്ലെങ്കിൽ ജനാധിപത്യമാണ് നടപ്പിലാക്കുക? കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവഗതികളെ കുറിച്ച് ഫേസ്ബുക്കിലെ LDFന്റെ നേതാക്കന്മാരും അണികളും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2024-25 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ കേരളത്തിലെ 80ഓളം നഗരസഭകളിലെ 77ാം സ്ഥാനത്തിലേക്ക് തള്ളിപ്പെട്ട ഗതികെട്ട ഒരു ദുർഭരണമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. 77ാം സ്ഥാനത്തേക്ക് തള്ളിപ്പെട്ട് 77ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭ വളരെ ദയനീയാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് ജനങ്ങളെ അറിയിക്കുന്ന കൗൺസിലർമാരെ കള്ളന്മാരും കൊള്ളക്കാരും ഗുണ്ടകളുമാക്കുന്ന ഒരു പ്രവണതയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലുള്ളത്. കഴിഞ്ഞ ദിവസമുണ്ടായ കൗൺസിലിൽ നമുക്കറിയാം, അടിയന്തര കൗൺസിലില് 2025-26 വർഷത്തെ റിവിഷൻ പദ്ധതികളുമായി വന്ന ആദ്യത്തെ അജണ്ട, ആ അജണ്ട ചർച്ച ചെയ്യുവാനായിട്ട് എടുത്ത സമയത്ത് അത് ആദ്യത്തെ അജണ്ട കഴിഞ്ഞ് ചർച്ച ചെയ്യാൻ ഞാൻ എണീറ്റ സമയത്ത് ചെയർപേഴ്സൺ പറയുകയാണ്, ആദ്യത്തെ അജണ്ട ഇവിടെ കൗൺസിലിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഈ ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം 10-20-25ഓളം അജണ്ടകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അജണ്ട എടുക്കാൻ കഴിയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയും വളരെ ധിക്കാരപരമായിട്ടാണ് അവർ സംസാരിച്ചത്. അതെങ്ങനെയാണ്? കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിൽ അജണ്ട വെച്ചത് ചെയർപേഴ്സൺ ഉൾപ്പെട്ടുള്ള അജണ്ട വെച്ചത്. ഒന്നാമത്തെ അജണ്ട ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് അടുത്ത അജണ്ടയിലേക്ക് കിടക്കാൻ കഴിയുന്നത്? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ റിവിഷനോട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കള്ളക്കളി അതിന്റെ പിന്നിലുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ സൂചിപ്പിച്ച ഈ റിവിഷനോട് ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതികൾ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത അജണ്ടയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, നമുക്കറിയാം, ഒരു കൗൺസിൽ അജണ്ട വെക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പദ്ധതികൾ വെക്കുന്ന സമയത്ത് അതാത് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടി ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അത് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഏതൊക്കെ പദ്ധതികൾ വെക്കണം, ഏതൊക്കെ പദ്ധതികൾ വെക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ്. നമുക്കറിയാം, അന്ന് നടന്ന കൗൺസിലിന് മുമ്പ് 2:30 2:45 കൗൺസിൽ അടിയന്തര കൗൺസിൽ വെച്ചു. 2:30 സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുന്നത്. ഈ 2:30 കൂടിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയില് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ ON ജയദേവ് ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാര് ഈ പദ്ധതി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്, കൊടുങ്ങല്ലൂർ നഗരസഭയുടെ റിവിഷൻ പദ്ധതിയിൽപ്പെട്ട 1,20,00,000 രൂപയോളം CPMന്റെയും CPIയുടെയും മാത്രം വാർഡുകളിലേക്ക്
കോമൺ വർക്കുകൾക്കും അതുപോലെ തന്നെ കാനുകൾക്കും മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണെന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഈ പദ്ധതിയോട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തണം. ആ ചർച്ച വന്ന സമയത്ത് ഞങ്ങളുടെ പ്രിയങ്കരായിട്ടുള്ള കൗൺസിലർമാര് ആ വിഷയം അവിടെ ചോദ്യം ചെയ്യുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ 21 കൗൺസിലർമാരുള്ള വാർഡുകളിലും കോമൺ റോഡുകളുണ്ട്, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളുണ്ട്. ഈ 1,20,00,000 രൂപയിൽ നിന്നും ഞങ്ങളുടെ അർഹതപ്പെട്ട വാർഡുകളിലേക്ക് ഫണ്ടുകൾ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ട് വിയോജനക്കുറിപ്പുകൾ എഴുതി. ഈ വിയോജനക്കുറിപ്പുകൾ എഴുതിയതിനു ശേഷമാണ് 2:45 കൗൺസിൽ തുടങ്ങിയത്. ഈ കൗൺസിൽ തുടങ്ങിയ സമയത്ത് ചർച്ച ചെയ്തതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തീർച്ചയായും ആ ചർച്ചയോട് ബന്ധപ്പെട്ട് ഞങ്ങളത് ചോദ്യം ചെയ്യുകയും ചെയർപേഴ്സൺ ഇത് ഇവിടെ നടപ്പിലാവില്ല, ഈ അജണ്ടകൾ ചർച്ച ചെയ്യില്ല എന്ന് ധിക്കാരപരമായി മറുപടി പറയുകയും അത് ചോദ്യം ചെയ്ത് ഞങ്ങൾ ചെയർപേഴ്സന്റെ വേദിയിലേക്ക് ഇറങ്ങിച്ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി അവരെ കൗൺസിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അജണ്ടകളെല്ലാം പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലിന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വനിതാ കൗൺസിലർമാര് ചെയർപേഴ്സന്റെ റൂമിലേക്ക് ചെന്നിട്ട് വളരെ സൗമ്യമായി അവരുടെ വാർഡുകളിലേക്ക് ഈ 1,20,00,000 രൂപയിൽ നിന്ന് ഞങ്ങളുടെ വാർഡുകളിൽ തകർന്നടിഞ്ഞെടുക്കുന്ന റോഡുകളിലേക്ക് തകർന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കാനകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആവശ്യപ്പെട്ട സമയത്ത് ചെയർപേഴ്സന്റെ ധിക്കാരവും അതുപോലെ തന്നെ ചില വനിതാ കൗൺസിലർമാര് LDFിലെ ചില വനിതാ കൗൺസിലർമാർ നിങ്ങൾക്ക് ആ ചാനലില് അതുപോലെ തന്നെ ആ വീഡിയോകൾ ക്ലിപ്പ് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇടതുവശവും വലതുവശവും ഗുണ്ടകളുടെ മാറി നിന്നതുകൊണ്ട് ചെയർപേഴ്സണെ സംരക്ഷിക്കുന്ന എന്ന രീതിയിൽ മൃഗീയമായി ഞങ്ങളുടെ വനിതാ കൗൺസിലർമാരെ ചെയർപേഴ്സന്റെ മുറിയിലിട്ട് തല്ലിച്ചതക്കുകയാണ് ഉണ്ടായത്. ഈ തല്ലിച്ചതച്ചതിന് ശേഷം ചെയർപേഴ്സണും ഗുണ്ടകളായിട്ടുള്ള ചില വനിതാ കൗൺസിലർമാരും പുറത്തേക്ക് ഇറങ്ങുകയും തുടർന്ന് ഇവര് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ട് ചാനലിലൊക്കെ കണ്ട് വളരെ സുന്ദരമായി കല്യാണത്തിന് അതുപോലെ തന്നെ ബന്ധുവീട്ടിലൊക്കെ പോകുന്ന രീതിയിൽ വളരെ അണിഞ്ഞു വരും ചിരിച്ചു കളിച്ച് മൊബൈലൊക്കെ വിളിച്ചു പോകുന്ന ചെയർപേഴ്സണെ നമ്മളെല്ലാവരും കണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെയും ഇനിയൊക്കെ ആയിട്ടുള്ള ഓരോ പരിപാടികളാണ് കാണുന്നത്. അവര് ഒരു റിബൺ കെട്ടിട്ടുണ്ട്, വളയിട്ട കൈകൾക്ക് പകരം വെള്ളം എന്തൊക്കെ ചിറ്റി വെച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ അവരെ ആക്രമിച്ചു. അത് മാത്രമല്ല, SC വനിതയായിട്ടുള്ള അവരെ ആക്രമിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചെയർമാൻ ആരാണെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അവിടെ നായരോ നമ്പൂരിയോ മാപ്പിളയോ ക്രിസ്ത്യനോ SCയോ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വാർഡുകളിലേക്ക് കിട്ടേണ്ട ഫണ്ടുകൾ കിട്ടണം. ജനാധിപത്യ രീതിയിൽ ജയിച്ചു വന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ 21 വാർഡിലേക്കും ജനാധിപത്യ രീതിയിലേക്ക് കിട്ടേണ്ട ഫണ്ടുകൾ കിട്ടണം. ഞങ്ങൾ ആരും വേലി ചാടിയൊന്നും വന്ന ആളുകളല്ല, ഓടുപൊക്കി ഇറങ്ങി വന്ന ആളുകളുമല്ല. ജനാധിപത്യ രീതിയിൽ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത് വന്നിട്ടുള്ള കൗൺസിലർമാരാണ്. ആ കൗൺസിലർമാർക്ക് ജനാധിപത്യ രീതിയിൽ ആ വാർഡുകളിലെ ആളുകളോട് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത നടപ്പിലാക്കേണ്ട ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാര്. LDFിന്റെ വാർഡുകളിൽ മാത്രം വികസനം മതി. അത് ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ഗുണ്ടകളാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിത്രീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഗുണ്ടകളാണ്. ജനങ്ങൾക്ക് വേണ്ട ജനാധിപത്യ രീതിയിൽ നടപ്പിലാക്കേണ്ട ഏത് പദ്ധതികൾക്കും വേണ്ടി ശക്തമായി നഗരസഭകത്തും പുറത്തും ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളാണ് ചോദ്യം ചെയ്യും. അത് SC ആയാലും ശരിയാണ്, അത് നമ്പൂതിരി ആയാലും ശരിയാണ്, അത് മാപ്പിളയായാലും ക്രിസ്ത്യാനിയായാലും നായരായാലും ഈഴവരായാലും ആരായാലും ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ചെയർപേഴ്സൺ ആയതിന്റെ പേരിലാണ് ചോദ്യം ചെയ്യുന്നത്. അവര് SC ആയതിന്റെ പേരിലല്ല. ഞങ്ങളുടെ വാർഡുകളിലേക്ക് കിട്ടേണ്ട ഓരോ പദ്ധതികളും കിട്ടിയില്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ശക്തമായി തന്നെ ഏത് വിധത്തിലായിരിക്കും ഞങ്ങളുടെ സമരമുറകളെന്ന് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ആ തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടാവുന്നത്. ഒരു തർക്കവുമില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ്, ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഗുണ്ടകള്, ഞങ്ങളൊരു പ്രിയ നേതാവിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു, പരമേശ്വരൻ കുട്ടിയെ കുറിച്ച്. പുതിയ ഒരു ഏരിയ സെക്രട്ടറി വന്നിട്ടുണ്ട്, നമുക്കറിയാം. അയാൾ പഴയ ഒരു ഏരിയ സെക്രട്ടറി, അതിക്ക് മുമ്പേ ഉണ്ടായ ഒരു ഏരിയ സെക്രട്ടറി
എങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഏരിയ സെക്രട്ടറി പദം പോയതെന്ന് അറിയാം. ഒരു വനിതാ കൗൺസിലർ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പല നേതാക്കന്മാരെയും മാറ്റേണ്ടത് വന്നത്. അവരെ പാരമ്പര്യമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർക്കോ പാർട്ടി നേതാക്കന്മാർക്കൊന്നുമില്ല. അവരാണ് പീഡിപ്പിക്കുന്നതും പീഡനത്തിന്റെ അളവളക്കുന്നതും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സംസ്കാര സമ്പന്നരായിട്ടുള്ള ദേശീയ ബോധമുള്ള പാർട്ടി പ്രവർത്തകരും കൗൺസിലർമാരുമാണ്. അവരെയൊക്കെ തന്നെ നിങ്ങള് പല രീതിയിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നിങ്ങളുടെ കൂലിയെഴുത്തുകാരായിട്ടുള്ള പത്രമാധ്യമങ്ങളിലൂടെയും അവരെയൊക്കെ തരം താഴ്ത്താനും അടിച്ചമർത്താനും ഒക്കെ നിങ്ങൾ സ്വപ്നങ്ങളുടെ ലോകത്താണ് നിങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ. അതൊക്കെ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, ഇതൊക്കെ ജനങ്ങൾ വീക്ഷിക്കുന്ന. നേരത്തെ ഞങ്ങളുടെ പ്രിയങ്കരായിട്ടുള്ള അധ്യക്ഷൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, 1 നിന്നും 21 കൗൺസിലർമാരിലേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള വാർഡുകളിലേക്ക് 13 സ്ഥലത്ത് 2ാം സ്ഥാനത്ത് എത്താനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുമായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ സൂചിപ്പിക്കില്ലായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ ഏരിയ സെക്രട്ടറി കുടിവെള്ള പദ്ധതി എല്ലാ വാർഡുകളിലേക്കും ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല പദ്ധതികൾ നടപ്പിലാക്കുന്നത്. എല്ലാവർക്കും കുടിവെള്ള പദ്ധതി. എന്ത് സന്തോഷം, എന്ത് സ്നേഹത്തോടുകൂടിയാണ് അയാള് ജനങ്ങളെ ഇങ്ങനെ ബോധിപ്പിക്കുന്ന രീതിയിൽ ആ പ്രസംഗം നടത്തിയത്. 5000 കുടിവെള്ള കണക്ഷൻ എല്ലാ വാർഡുകളിലേക്കും ആവശ്യപ്പെട്ടുള്ള കുടിവെള്ള ആര പദ്ധതിയാണത്? ആരാധ്യനായിട്ടുള്ള കേന്ദ്ര നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളാണത്. ഭാരതത്തിൽ കുടിവെള്ള സംവിധാനമില്ലാത്ത എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് അമൃത് പദ്ധതി. ആ അമൃത് പദ്ധതിയോട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ള പദ്ധതി കൊടുക്കണം. അതൊരിക്കലും ഇവിടുത്തെ ചെയർപേഴ്സൺ LDF ഭരണസമിതിയുടെ അല്ല. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കില്ലായിരുന്നു, വീടുകൾ കൊടുത്തു, ആവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും വീടുകൾ കൊടുത്തു. BJP കൗൺസിലർമാരെ വാർഡുകളിലേക്ക് നമ്മള് വീടുകൾ കൊടുത്തു. അതേതാ പദ്ധതി? നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി പ്രധാനമന്ത്രി ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന. ഭാരതത്തിൽ ഒരാൾക്ക് പോലും വീടില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതിയാണ് PMAY. ആ PMAYയുടെ പദ്ധതിയുടെ കൂട്ടത്തിൽ കൂടി ലൈഫ് എന്നൊരു പദ്ധതി കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ പദ്ധതിയാവില്ല. ഇതിന് ഫണ്ട് കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അതും എല്ലാ വാർഡിലേക്കും ഇവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ വാർഡിലേക്കും ഫണ്ടുകൾ കിട്ടിയത്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്വച്ഛ ഭാരതം ബന്ധപ്പെട്ടവര് ഒരുപാട് പദ്ധതികൾ പറയുന്നുണ്ട്. ഇതെങ്ങനെ വന്നു ഈ പദ്ധതികള്? കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ. നമുക്കറിയാം, അടുത്ത ദിവസം വലിയ പത്രസമ്മേളനമൊക്കെ നടത്തി, വലിയൊരു ഉദ്ഘാടനമൊക്കെ അവർ നടത്തി. എന്താ പദ്ധതി? മാലിന്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങിയൂടാ. 87% കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. 48 ലക്ഷം രൂപ മാലിന്യ സംസ്കരണ യൂണിറ്റ് കൊടുങ്ങല്ലൂർ നഗരസഭ നടപ്പിലാക്കി. അതിന്റെ 87% കേന്ദ്ര സർക്കാരിന്റെയാണ്. 13% കൊടുങ്ങല്ലൂർ നഗരസഭ നടപ്പിലാക്കിയത്. അതിന്റെ അകത്ത് ഞെളിഞ്ഞു നിന്ന് 8 കാലിമ മുഞ്ഞായി. ഞങ്ങളുടെ പദ്ധതികളാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. ഇവര് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നഗരസഭയിൽ ഇവര് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് റോഡുകളും കാനകളും ഉൾപ്പെടെ. ഈ പദ്ധതികളൊന്നും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പല പ്രദേശങ്ങളിലും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ വളരെ ശോചനീയാവസ്ഥയാണ്. ഈ ചെയർപേഴ്സൺ വാർഡ് സഭയ്ക്ക് ശാലിനി വെങ്കടേഷിന്റെ വാർഡിൽ 44-ാം വാർഡിൽ ചെന്ന സമയത്ത് അവിടുത്തെ CPMന്റെ CPIയുടെയും ജനങ്ങൾ ഉൾപ്പെടെ ചെയർപേഴ്സണെ ചോദ്യം ചെയ്യും, ഓടിച്ച് വാർഡ് സഭയിൽ വിട്ട ഒരു സാഹചര്യം കൊടുക്കുന്ന നഗരസഭാ പ്രദേശത്തുണ്ടായി. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്? ഈ തരത്തിൽ പ്രതികരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച മാതിരി ജനങ്ങൾക്ക് എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നല്ല രീതിയിലുള്ള റോഡുകൾ വേണം, വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാനകൾ വേണം, വെളിച്ചത്ത് നടന്നു പോകാനുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ വേണം. എന്താ ഒരു സ്ഥിതി? കഴിഞ്ഞ 4.5 വർഷമായി മേത്തല പ്രദേശത്തുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുള്ള വാർഡുകളിലേക്കൊന്നും തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടാനുള്ള പോസ്റ്റ് ഇട്ട് ലൈൻ വലിക്കാനുള്ള പദ്ധതി ഇവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞ 2023-24 വാർഷിക പദ്ധതിയിൽ വെച്ച 10 ലക്ഷം രൂപ ഏകപക്ഷീയമായി LDFന്റെ വാർഡിലേക്ക് മാത്രം അവർ കൊണ്ടുപോയി. മനസ്സിലായില്ലേ? അതുമായി തന്നെ റിവിഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1,20,00,000 രൂപ. കഴിഞ്ഞ ടൈമില് ശ്രീമാൻ ജൈത്രൻ വൈസ് ചെയർമാനും ഷിനീജ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് 2 പേരെ വാർഡിലേക്ക് മാത്രം ഏകദേശം 1 കോടി രൂപ അവർ കൊണ്ടുപോയി, 50 ലക്ഷം രൂപ വെച്ചിട്ട്. അത് LDFന്റെ കൗൺസിലർമാർ പോലും അറിയുന്നത് വളരെ വൈകിയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരെ പാർലമെന്ററി പാർട്ടി കൂടിയ സമയത്ത് ഈ ഇതിനെക്കുറിച്ച് ഏകദേശം 1 കോടി രൂപ പഴയ ചെയർപേഴ്സണും വൈസ് ചെയർമാന്റെ വാർഡിലേക്ക് കൊണ്ടുപോയതിനെ കുറിച്ച് ശക്തമായ അവരുടെ ഉള്ളിൽ തന്നെ പ്രതിഷേധമുണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള നെറികെട്ട ഏകാധിപത്യ ഭരണമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടക്കുന്നത്. കൂടാതെ തന്നെ താലൂക്ക് ആശുപത്രി, നേരത്തെ സൂചിപ്പിച്ച് താലൂക്ക് ആശുപത്രി ചോദിക്കുന്ന അവസ്ഥയെ കുറിച്ച് 13 കോടി രൂപ ചെലവ് ചെയ്ത് ഏകദേശം 3500 ചതുരശ്ര അടിയിൽ പണിതിട്ടുള്ള ഒരു ബിൽഡിംഗ്, ഒരു ഭാർഗവി നിലയം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി കിടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അവസ്ഥ? 4 നിലയിൽ ഇത്രയും കാലം 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിൽഡിങ്ങില് 4 നിലയിൽ ഇന്നും ഒരു പദ്ധതി നടപ്പിലാക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. അടിയത്തെ നിലയിലുള്ള താഴെ നിലയിലുള്ള OP വിഭാഗം മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ OP വിഭാഗമാവട്ടെ വൈകിട്ട് 8 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ സാധാരണ ഒരു MBBS പഠിച്ച ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ടാവും. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് പല ആളുകളെയും ഒരു സ്റ്റിച്ച് ഇടാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഒന്ന് തുന്നിക്കെട്ടില്ല, ഒരു കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ അത് കെട്ടാനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന റെഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ OP വിഭാഗത്തിലേക്ക് വന്നാൽ തന്നെ. അപ്പൊ അത് 65 കിലോമീറ്റർ അപ്പുറത്തോളം മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ പറഞ്ഞയക്കുന്നത്. അത് കൂടാതെ അവിടെ എഴുതുന്ന മരുന്നുകൾക്കോ മരുന്നുകൾ എന്താണ് സ്ഥിതി? 8 മണി കഴിഞ്ഞാൽ ഫാർമസി പ്രവർത്തിക്കില്ല. അവിടെ ഒരു ഫാർമസി പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ എന്താ സംഭവം? 8 മണി കഴിഞ്ഞാൽ ഒരു പനിച്ച് വിറങ്ങലിച്ച് വരുന്ന ആളുകൾക്ക്, കുട്ടികളും അമ്മമാരും ഉൾപ്പെടെ വരുന്ന ആളുകൾക്ക് ഒരു നേരത്തെ, അതായത് രാത്രി കഴിക്കാനുള്ള രാത്രി 8 മണിക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ഒരു നേരത്തെ മരുന്ന്, ഒരു നേരം കഴിക്കാനുള്ള മരുന്നാണ് അവിടെ കൊടുക്കുന്നത്. പിറ്റേ ദിവസം വീണ്ടും OP ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിന്ന് 7:30 വന്ന് OP ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിന്ന് വീണ്ടും ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് വീണ്ടും ഫാർമസിയിൽ അവിടെ നിന്ന് ക്യൂ നിന്നിട്ട് വേണം ആർക്ക് ഈ രോഗികൾക്ക് വീണ്ടും മരുന്ന് മേടിക്കാനുള്ള സാഹചര്യം. ഇവിടെയാണ് വികസനം നടക്കുന്നത്. ഒരു കാർഡിയോളജി വിഭാഗമില്ല. ഏകദേശം 1,10,00,000 രൂപ മാലിന്യ വെള്ളം സംസ്കരിക്കുന്ന സംവിധാനം വന്നിട്ട് ഏകദേശം 2 കൊല്ലമായി ഒരു സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 2022-23 വാർഷിക പദ്ധതിയോട് ബന്ധപ്പെട്ട് ഗ്രാന്റ് കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഗ്രാന്റ് വന്നിട്ടുണ്ടായിരുന്നു 63 ലക്ഷം രൂപ. ഇന്നും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ വ്യക്തമായ ഒരു പദ്ധതി വെക്കാൻ പറ്റാത്ത പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു ലിഫ്റ്റ് സംവിധാനം ഏകദേശം ഒരു 25-30 ലക്ഷം രൂപയുടെ ഒരു ലിഫ്റ്റ് സംവിധാനം അവിടെ ചെയ്യാൻ പറ്റും. 32 ലക്ഷം രൂപ ചെലവാക്കി 2023 ICU സംവിധാനം അവിടെ ഉദ്ഘാടനം ചെയ്ത് ഈ 32 ലക്ഷം രൂപയും റോട്ടറി ക്ലബ് ഉൾപ്പെടെയുള്ള പൊതു സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകൾ സ്പോൺസർ ചെയ്ത ഫണ്ടാണ് 32 ലക്ഷം രൂപ. ആ കട്ടിൽ ഉൾപ്പെടെ ICU പ്രവർത്തിക്കാതെ തുരുമ്പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി നിലവിലുള്ളത്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങള് വികസനത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, പദ്ധതി വിഹിതം ചെലവ് ചെയ്യുന്ന കാര്യത്തില് കൊടുങ്ങല്ലൂർ നഗരസഭ 4ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. എങ്ങനെയാണ് 4ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ ഏകപക്ഷീയമായി LDFന്റെ വാർഡിലേക്ക് പങ്കുവെച്ച് കൊടുത്തിട്ടാണ് ഇവർക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, പല വാർഡുകളിലും BJP വാർഡുകളില് LDFന് സ്വാധീനമുള്ള കോൺട്രാക്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡുകളിൽ വർക്കുകൾ എടുക്കാത്ത രീതിയിലുള്ള രഹസ്യമായിട്ടുള്ള ബാന്ധവം ഉൾപ്പെടെ കൊടുക്കുന്ന സമയം നടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പല വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ 2024-25 വാർഷിക പദ്ധതികളെ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. LDF സ്വാധീനിച്ചുകൊണ്ട് പല വാർഡുകളിലെയും കോൺട്രാക്ടർമാർ എടുക്കാൻ പറ്റാത്ത സാഹചര്യം കൊടുക്കുന്നുണ്ട്. ഇവരാണ് വികസനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു 2024-25 വാർഷിക പദ്ധതിയിലുകൊണ്ട് 77ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടവർക്കും നഗരസഭയാണ് കൊടുങ്ങല്ലൂരുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം LDF ഇവിടെ നടന്ന ഇതുപോലുള്ള ഒരു പ്രതിഷേധ പരിപാടിയിൽ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് നഗരസഭ കൗൺസിലിനകത്താണ് കൗൺസിലർമാർ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും. എങ്ങനെയാണ് നഗരസഭയുടെ അകത്ത് മാത്രം നമ്മൾ പ്രതിഷേധിക്കാൻ കഴിയുന്നത്? ഈ വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പത്രമാധ്യമ സുഹൃത്തുക്കൾ അവിടെ കയറ്റുന്നില്ല. ഞങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലേ? ഞങ്ങൾ നടത്തുന്ന സമരങ്ങളും ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും ഇവിടെ പൊതുജനങ്ങൾ അറിയണ്ടേ? ഞങ്ങള് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ വികസനത്തിനെതിരാണ്, ഇവർ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. കൗൺസിലിൽ ഇറങ്ങിപ്പോയി ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? ഞങ്ങൾക്ക് പ്രതിബദ്ധതയോട് LDF ഭരണമുന്നോടല്ല, ഞങ്ങൾക്ക് പ്രതിബദ്ധതയും കടപ്പാടുള്ളത് ജനങ്ങളാണ്. ഞങ്ങൾ ജനങ്ങളോട് പറയും, LDF ഭരണസമിതി BJP വാർഡുകളിലേക്ക് ഫണ്ടുകൾ തരുന്നില്ല, അത് ജനങ്ങൾ അറിയട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. എല്ലാ വാർഡുകളിലും ഉണ്ടല്ലോ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ എല്ലാ വാർഡിലും ഉണ്ടല്ലോ. അവർക്ക് എല്ലാവർക്കും വേണ്ടേ സഞ്ചരിക്കാനുള്ള റോഡുകളും വെള്ളക്കെട്ടില്ലാത്ത പ്രദേശങ്ങളും വെളിച്ചമുള്ള പ്രദേശങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടേ? എല്ലാ ജനങ്ങളും പറയട്ടെ. ഇപ്പൊ ആകെ ഒരു പേടിച്ച് പോയ പോലെ BJP അടുത്ത നഗരസഭാ ഭരണം പിടിച്ചെടുക്കുന്നുള്ള പേടിയിലാണ്. ആ പേടി മാറ്റാനാണ് ഏകപക്ഷീയമായിട്ടുള്ള ഇവിടുത്തെ ഫണ്ടുകൾ മുഴുവൻ LDFന്റെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു കോൺഗ്രസിന്റെ ഒരു കൗൺസിലറുണ്ട് ജോണിക്കുട്ടനാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഒരു അച്ചുതണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഏത് ഈ സ്ഥാനം LDFന്റെ ഭരണം പോവാതിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിനടക്കം അനുകൂലിച്ചിരുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു കൗൺസിലറുണ്ട്. അപ്പൊ ആവശ്യാനുസരണം ഫണ്ട് കോൺഗ്രസിന്റെ കൗൺസിലർക്കും കൊടുക്കുന്നുണ്ട്. അത് ഇവരെ അധികാരം സംരക്ഷിക്കാനാണ്, ഇവരെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി. അതുകൊണ്ട് എന്തെങ്കിലൊക്കെ പടുത്ത ദിവസം കോൺഗ്രസിന്റെ ഒരു സമരം ഉണ്ടായിരുന്നു നഗരസഭയുടെ മുമ്പിൽ. ഭാരതീയ ജനതാ പാർട്ടിയും CPM തമ്മിലുള്ള ഒത്തുകളിയാണ്. എല്ലാവർക്കും അറിയാം ആര് തമ്മിലാണ് ഒത്തുകളിയെന്ന്. ഏതെങ്കിലും രീതിയിൽ കൗൺസിലിനകത്ത് ഒരു വോട്ടെടുപ്പ് വരുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി കൗൺസിലിൽ നിന്നും നിരന്തരമായി ഇറങ്ങിപ്പോകുന്ന കോൺഗ്രസ് ഏക കൗൺസിലുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ആരെയാണ് സംരക്ഷിക്കുന്നതെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം. പൊതുജനങ്ങൾ കഴുതുകളും പൊട്ടന്മാരൊന്നുമല്ല, അവരിതൊക്കെ കാണുന്നുണ്ട്, അവരിതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കൊടുങ്ങല്ലൂർ നഗരസഭ അതുപോലെ തന്നെ SC വിഭാഗത്തിന്റെ ചെയർപേഴ്സണെ ആക്രമിച്ചു, അവരെ അവഹേളിച്ചു, അവരെ കയറി പിടിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണം. എന്താണ് SC വിഭാഗത്തിനുള്ള കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതിയുടെ സ്നേഹവും ഇഷ്ടവും? 2011-ലും 2013-ലും പുല്ലൂറ്റ് വില്ലേജില് 3 ചില്ലാൻ ഏക്കർ ഭൂമി വാങ്ങി SC വിഭാഗത്തിന് വേണ്ടി. ചതുപ്പ് നിലം, നടക്കാൻ പോലും വഴിയില്ലാത്ത കണ്ടൽ കാടുകളുള്ള സ്ഥലം വാങ്ങി. ആരെ സംരക്ഷിക്കാനാണ്? SC വിഭാഗത്തിന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സ്ഥലമില്ലാത്തവർക്ക് SC വിഭാഗത്തിന് സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി, വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 3 ചില്ലാൻ ഏക്കർ സ്ഥലം വാങ്ങിച്ചു. എന്താ അതിന്റെ സ്ഥിതി? 14 കൊല്ലമായി അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, നടവഴിയില്ല. 14 വർഷമായിട്ടും വില്ലേജിൽ നിന്ന് പോക്കുവരവ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ചതുപ്പ് നിലമാണ്, പോക്കുവരവ് നടത്താൻ കഴിയില്ല. കണ്ടൽ കാരണമാണ്. പ്രകൃതിയോട് ബന്ധപ്പെട്ട് വനം വകുപ്പിനോട് ബന്ധപ്പെട്ട് ഈ സാധനം ഒരു കാരണവശാലും നികത്താൻ കഴിയില്ല. കണ്ടൽ കാടാണ്. കോടിക്കണക്കിന് രൂപയാണ് ആ വിഷയത്തോട് ബന്ധപ്പെട്ട് LDF ഭരണസമിതി അന്ന് അഴിമതി നടത്തിയിട്ടുള്ളത്. ഇവരാണ് BJPയോട് പറയുന്നത് SC വിഭാഗത്തെ ആക്രമിക്കുന്നു, SC വിഭാഗത്തെ തടയുന്നു. SC വിഭാഗത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പദ്ധതി നടത്തിയിട്ടുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ. ഇപ്പോഴും പല പദ്ധതികളും കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര പദ്ധതികളോട് ചുവട് പിടിച്ചാണ്. കൂടാതെ തന്നെ നാരായണമംഗലത്ത് നമുക്ക് കാണാൻ കഴിയും SC വിഭാഗത്തിന്റെ തൊഴിൽ സംരംഭമായിട്ടുള്ള പച്ചത്തേങ്ങ സംസ്കരണ യൂണിറ്റ്. എന്താണ് അതിന്റെ സ്ഥിതി?
ആ സംസ്കരണ യൂണിറ്റിനോട് ബന്ധപ്പെട്ട് ഏകദേശം 10 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അവിടെ മിഷനറി മേടിച്ചിട്ടുണ്ട്. ആ മിഷനറി പാക്കിംഗ് ഒന്ന് പൊട്ടിച്ച് 10-12 വർഷമായിട്ട് അത് പൊട്ടിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എസ് സി വിഭാഗത്തിന് വേണ്ടി. ഇന്നും ആ 10 ലക്ഷം രൂപയോളം സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ച് മേടിച്ച എസ് സി വിഭാഗത്തിന്റെ പച്ചത്തേങ്ങ വ്യവസായത്തിന്റെ തൊഴിൽ സംരംഭത്തിന്റെ ആ പദ്ധതിയും ആ മിഷനും ഒക്കെ തന്നെ തുരുമ്പ് പിടിച്ചു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ എസ് സി വിഭാഗത്തിൽ താമസിക്കാനുള്ള ഹോസ്റ്റല് വിദ്യാർത്ഥികൾക്ക് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് നാരായണപുരത്ത് എസ് സി വിഭാഗത്തിന്റെ. ഇവരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെയും എസ് സി വിഭാഗത്തിനെ സ്നേഹിക്കാനും അവരെ സംരക്ഷിക്കാനും പഠിപ്പിക്കുന്നത്. ഈ വർഗീയത പറഞ്ഞവർക്ക് മതിയായില്ലേ? എത്ര കാലം ഈ വർഗീയത പറഞ്ഞവർക്ക് മുന്നോട്ട് പോകാൻ? നായരും നമ്പൂരിയും ചോനും പൊലയനും വേർതിരിച്ച് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പറയണം? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദേശീയതയാണ്. എല്ലാ ജനങ്ങളെയും ഒരേ വിഭാഗത്തിൽ കാണുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഇവിടെ പൊലയനും എന്താ പറയുക ക്രിസ്ത്യനും മുസ്ലിംസും ഈഴവനും നായരും നമ്പൂരും ഒന്നും ഞങ്ങൾക്ക് വേർതിരിവില്ല. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിനോട് ഞങ്ങൾ ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ജനങ്ങളിതൊന്നും വിശ്വസിക്കില്ല. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് എന്തായാലും ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് നിർത്താം. കൊടുങ്ങല്ലൂർ നഗരസഭയെ ബന്ധപ്പെട്ട് ഞങ്ങളെ പ്രിയങ്കരനായിട്ടുള്ള കൗൺസിലർ ശ്രീ പരമേശ്വരൻകുട്ടിക്കെതിരെ ഒരു വധഭീഷണി ഞങ്ങളത് തന്നെ കണ്ടിട്ടുണ്ട്. പരമേശ്വരൻകുട്ടിനെ ഞങ്ങൾ എന്താണ് ചാനലിൽ കൂടി കണ്ടിട്ടുണ്ട്. പരമേശ്വരൻകുട്ടിനോട് ഞങ്ങളെ കൗൺസിലർമാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോ. പരമേശ്വരൻകുട്ടിനെ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോ. പരമേശ്വരൻകുട്ടിനെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുതരാം. നിങ്ങൾ പറഞ്ഞോ പരമേശ്വരൻകുട്ടിനെ അവിടെ കൊണ്ടുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കല്ല, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പരമേശ്വരൻകുട്ടിനെ ഞങ്ങൾ കൊണ്ടുതരാം. നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല പരമേശ്വരൻകുട്ടിനെ. കാരണം പരമേശ്വരൻകുട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനാധിപത്യ രീതിയിലാണ്. അവിടെ എസ് സി വനിതയെന്ന് വെച്ചിട്ടല്ല. അവരെ വാർഡിലേക്ക് കിട്ടേണ്ട ഫണ്ടുകൾ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തേണ്ടി വരും. ആ പ്രതികരണം ഒരിക്കലും ഒരു വനിതാ കൗൺസിലർമാരെ ശരീരത്തിൽ പിടിക്കുകയോ ശരീരത്തിൽ ആക്രമിക്കുകയോ വേറെ ഒരു രീതിയിലും ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് ആ ചാനലുകളൊക്കെ വന്നിട്ടുള്ളതാണ്. പുറംതിരിഞ്ഞ് നിൽക്കുന്ന പരമേശ്വരൻകുട്ടിനെ ചവിട്ടി തൊഴിച്ചിറങ്ങി പോകുന്ന ചെയർപേഴ്സണെ കൗൺസിലറെ നമ്മൾ കണ്ടത്. ശ്രീമാൻ പരമേശ്വരൻകുട്ടിനെ ചവിട്ടി തൊഴിച്ച് ഇറങ്ങിപ്പോകുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെയാണ് നമുക്ക് ആ വീഡിയോയിലും ചാനലിലും കാണാൻ കഴിയുന്നത്. എന്നിട്ട് പരമേശ്വരൻകുട്ടി ആക്രമിക്കുന്നു പറഞ്ഞിട്ട് എന്തോ സാധനമൊക്കെ ചുറ്റി നടക്കുകയാണ്. ഇതൊന്നും ജനങ്ങളുടെ വില പോവില്ല. ഇതൊന്നും കാണിച്ച് പിപ്പിടി കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ശക്തമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാര് കൗൺസിലിനകത്തും പുറത്തും ഭാരതീയ ജനതാ പാർട്ടി പുറത്തും ശക്തമായി തന്നെ LDFന്റെ ധിക്കാരത്തെയും ഏകാധിപത്യത്തിനെതിരെയും ശക്തമായി തന്നെ പോരാടും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.